നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് അബ്ദുറഹീം സൗദി ജയിലിൽ നിന്ന് മോചിതനായി നാട്ടിലെത്തിയത്. എൻ്റെ നാട്ടിലാണ്. വലിയ തിരക്കാണ്, വലിയ ബഹളമാണ്. ഞാൻ കാണാൻ പോയില്ല, ഒരല്പം കഴിയട്ടെ. തിരക്കൊക്കെ കഴിഞ്ഞ് തൽക്കാലം റഹീമിന്റെ ആ ചിന്തകളൊക്കെ ഒന്ന് മറന്ന് ഈ നാടുമായിട്ടൊന്ന് ചേർന്ന ശേഷം ഈ നാട്ടുകാരനായ റഹീമിനെ പോയി പരിചയപ്പെടാം, സംസാരിക്കാമെന്നാണ് കരുതുന്നത്. അയാൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ കുത്തി കുത്തി ചോദിക്കുക എന്നുള്ളത് അത്ര സുഖമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ മീഡിയക്കാർ, ചാനലുകൾ മുഴുവൻ അന്നത്തെ കാര്യങ്ങൾ, ഇന്നത്തെ കാര്യങ്ങൾ, ആ ഉമ്മ ഒരക്ഷരം മിണ്ടാൻ കഴിയാത്ത മകൻ വന്ന സന്തോഷത്തിൽ വീർപൂട്ടിയിരിക്കുന്ന ആ ഉമ്മാനെ കുത്തി കുത്തി എന്തൊക്കെ പറയാൻ ശ്രമിക്കുന്നു. ഈ ചാനലുകൾ എന്താ ഇങ്ങനെ ഞാൻ ചിന്തിച്ചു. കുറച്ചൊക്കെ എന്താ പറയാ, മനുഷ്യത്വം വേണം. കണ്ടന്റിന് വേണ്ടി, സ്റ്റോറീസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അവർക്ക് ഒരു വാർത്ത മാത്രമാണ് റഹീം. 10-20 വർഷം വെളിച്ചം കാണാതെ കിടന്ന ഒരു മനുഷ്യനാണ്. അയാളുടെ അവസ്ഥ സ്വന്തം മാതാവ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ജയിലിലേക്ക് ഉമ്മാനെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞത്. ആ ഒരു അവസ്ഥയിലാണ് അവിടെ കഴിയുന്നത്. കാരണം ഇവിടെ മോചിപ്പിക്കപ്പെട്ട് വരുമ്പോൾ, ഏതായാലും മോചിപ്പിക്കപ്പെട്ട് വരും എന്ന് ഉറപ്പായല്ലോ, വരുമ്പോൾ കണ്ടാൽ മതി എന്ന് അയാൾ തീരുമാനിച്ചത്. അത്രത്തോളം ദുരിതം അയാൾ അനുഭവിക്കുന്നുണ്ടാകും. ആ ദുരന്തം 20 വർഷം അനുഭവിച്ചിട്ട് ഒരുപക്ഷെ ജീവിതം തിരിച്ചു കിട്ടില്ല, ജീവൻ തന്നെ തിരിച്ചു കിട്ടില്ല എന്ന ഇടത്തു നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള അദ്ദേഹമാണ് തുടങ്ങി വെച്ചത്. പിന്നെ ഒരു ഓളമായിരുന്നു. നമുക്കറിയാം ഏത് നിലയിലാണ് ആ ഫണ്ട് വന്നത് എന്നുള്ളത്. ഇതിനു മുമ്പ് പലരും ശ്രമിച്ചിരുന്നു, ഫണ്ട് കുറേശ്ശേക്ക് വന്നിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് ആ ഫണ്ട് വരാൻ കാരണം, അതിൻ്റെ ഒരു കാരണം ബോബി ചെമ്മണ്ണൂർ, അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. മലയാളികളായിട്ടുള്ള മുഴുവൻ ആൾക്കാരും ആ കാര്യത്തിൽ അബ്ദുറഹീമിനൊപ്പം നിന്നു. അദ്ദേഹം നാട്ടിലെത്തി. വളരെ സന്തോഷമാണ് നമുക്ക്, ഒരു ആശ്വാസം, ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന്. ഇതേപോലെ തന്നെ നിമിഷപ്രിയ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവിടുത്തെ നിയമ സംവിധാനങ്ങളും കുരുക്കളൊക്കെ മാറിയിട്ട് അവളും രക്ഷപ്പെട്ട് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ മനുഷ്യത്വം ഉണ്ടാകണം. മനുഷ്യത്വം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നല്ല മനസ്സിനുടമകളാകണം. നല്ല മനസ്സിനുടമകളാണെങ്കിൽ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കണമെന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ നല്ല തന്തയുടെയും നല്ല തള്ളയുടെയും ഒക്കെ ആ സംരക്ഷണം, അല്ലെങ്കിൽ നല്ല സമൂഹത്തിന്റെ സംരക്ഷണം ഏറ്റുവാങ്ങി വളരണം. അതിലൊരു വികല മനസ്സായി, ഗുണ്ടയായി വഴിമാറിപ്പോകരുത്, സാമൂഹ്യദ്രോഹിയാകരുത്. ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് നടക്കുന്നത് ഒരു വയസ്സിനും, അതായത് ജനിച്ച സമയം മുതൽ 3.5 വയസ്സിന്റെ ഉള്ളിലാണ്, 3.5-4 വയസ്സിന്റെ ഉള്ളിലാണ്. ഈ 3.5-4 വയസ്സിനുള്ളിൽ നമ്മുടെ തലച്ചോറിലേക്ക് കയറ്റി കൊടുക്കുന്ന മെന്റൽ ഇൻസ്റ്റാളേഷനാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം. ആ സമയത്ത് എന്താണ് അവർക്ക് കിട്ടുന്നത്, അവർ കാണുന്നത്, കേൾക്കുന്നത്, അവർ അനുഭവിക്കുന്നത്, അതൊക്കെയാണ് അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒരുപക്ഷെ നല്ല മാതാപിതാക്കളായിരിക്കാം. ആ മാതാപിതാക്കൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുമ്പോൾ സമൂഹത്തിൽ, മാധ്യമങ്ങൾ, വാർത്തകളിൽ, പത്രങ്ങളിലൊക്കെ കാണുന്നത് വികലമായിട്ടുള്ള മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും മറ്റും വിശേഷങ്ങളായിരിക്കും. ഏതാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്, അതായിരിക്കും ആ കുട്ടി. ഫ്രണ്ട് പേജിൽ നല്ലൊരു വാർത്ത ഉണ്ടാവില്ല. കൊലപാതകങ്ങളും പിടിച്ചു പറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് മർദ്ദനവും, ഇടി, ഇതൊക്കെയാണ് കാണുന്നത്. പീഡനം, ഇതൊക്കെയാണ് വാർത്ത. അല്ലാതെ ഒരു നല്ല വാർത്ത, എവിടെയെങ്കിലും ഒരു നല്ലൊരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ മാധ്യമങ്ങൾ തയ്യാറുമല്ല. അത് കൊടുക്കുകയല്ല, കൊടുത്താൽ തന്നെ വായിക്കുകയില്ല ജനങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ മതി. ഇവിടെയാണ് നമ്മൾ അംഗൻവാടികളുടെ പ്രസക്തി നമുക്ക് കാണുന്നത്. അംഗൻവാടി പലപ്പോഴും, എന്തൊരു അംഗൻവാടി, ഈ മാതാപിതാക്കൾക്ക് കുട്ടികളെ നോക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് അംഗൻവാടി എന്നൊരു പക്ഷേ കരുതുന്നവരുണ്ട്. പക്ഷെ ആ ബാല്യത്തിൽ സാമൂഹിക പ്രതിബദ്ധത എന്താണെന്ന്, സാമൂഹിക പ്രതിബദ്ധതയോടെ ജീവിക്കാൻ, അല്ലെങ്കിൽ ഒരുമയോടെ ജീവിക്കാൻ, ഷെയർ ചെയ്യാൻ, പരസ്പര സ്നേഹം പ്രകടിപ്പിക്കാൻ, പരസ്പരം സഹവർത്തിത്വം എന്താണെന്ന് പഠിക്കാൻ, ഇതൊക്കെ ഇൻസ്റ്റാളേഷനാണ്. നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോസ് നമ്മൾ എങ്ങനെയൊക്കെ ഏതൊക്കെ വിധത്തിൽ കൈകാര്യം ചെയ്താലും, നമ്മുടെ ഫോണ് ഏതൊക്കെ നമ്മൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്താലും, എങ്ങനെ എന്തൊക്കെ മാറ്റിമറിച്ചു കഴിഞ്ഞാലും അത് റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് പഴയ അവസ്ഥയിലേക്ക് എത്തും. അതായത് ഈ 3.5-4 വയസ്സിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് റീസ്റ്റോറേഷനിലൂടെ വീണ്ടും അതേ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ പ്രായത്തിൽ നല്ലത് മനസ്സിൽ കയറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല അംഗനവാടികൾ തന്നെയാണ് നല്ലത്. ഇവിടെ അംഗനവാടി ടീച്ചേഴ്സിന് കുറച്ച് വരുമാനം കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വി ഡി സതീശൻ ആദ്യം ചെയ്തത് അതിലൊരു പരിഗണനയാണ്. കാരണം അവരാണ് നമ്മുടെ സമൂഹത്തെ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്, പിന്നെയാണ് IAS എത്തിച്ചേരുന്നത്. അംഗനവാടി എന്ന് പറയുന്ന ആ പൂമുഖത്ത് അവിടെ നടക്കുന്നത് എന്താണ്, അതായിരിക്കും ഒരു സമൂഹത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത്. പലപ്പോഴും ഈ അംഗനവാടി ടീച്ചർമാരെ നമ്മൾ വളരെ ഒരു ലോ ലെവൽ ഒരാളായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ കുട്ടികളെ ആരാകണം, എങ്ങനെയാകണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ് എന്ന് മനസ്സിലാക്കണം.
ഞാൻ ഇത് പറയുന്നത് ഒരു പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ നിൽക്കുകയാണ്. നാളെ പ്രവേശനോത്സവമാണ്. കുട്ടികളുടെ ഈ കാലികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള അത് കായികമായിട്ടുള്ള ഒക്കെ വികസനത്തിൽ വളരെ മികച്ച സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒക്കെ അംഗനവാടികൾ വഹിക്കുന്ന പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് അല്ലെങ്കിൽ അമ്മയുടെ കൈ പിടിച്ചിട്ട് ആദ്യമായി ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് അംഗനവാടിയിലേക്കാണ്. കൂട്ടുകൂടാനും അതുപോലെ പങ്കുവയ്ക്കാനും പരസ്പരം സ്നേഹിക്കാനും പഠിപ്പിക്കുന്ന ആദ്യത്തെ കളരിയാണ് അംഗനവാടികൾ എന്ന് നമ്മൾ മറക്കരുത്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഭക്ഷണം എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ, മമ്മം കൊടുക്കണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ഓണാക്കി കയ്യിൽ കൊടുക്കും. ആ സ്ക്രീനിൽ നോക്കിയിരുന്ന കുട്ടികൾ കഴിക്കുന്നത് എത്രത്തോളം കൊണ്ട് പോകണമെന്ന് അറിയത്തുമില്ല. കൊടുക്കുന്ന തള്ള ചിലപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഇതെന്റെ അവസ്ഥ. അങ്ങനെ മൊബൈൽ സ്ക്രീനിലേക്ക് ചുരുങ്ങിപ്പോകണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സമപ്രായക്കാരായ കുട്ടികളുമായി ഇടപഴകാനും മികച്ച സാമൂഹിക അവബോധം വളർത്തിയെടുക്കാനും ഇത്തരം പ്രീ സ്കൂൾ സംവിധാനങ്ങൾ അനിവാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അക്ഷരങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതല്ല, ഒരു സമൂഹമായി എങ്ങനെ ജീവിക്കണം എന്നതാണ്. അല്ലെങ്കിൽ അത് കുട്ടികൾക്കൊരു ബാലപാഠം കിട്ടുന്നത് ഈ അംഗനവാടികളിൽ നിന്നാണ്. അവരുടെ കളിപ്പാട്ടങ്ങൾ അത് പരസ്പരം പങ്കുവയ്ക്കാനും മറ്റുള്ളവരെ വികാരങ്ങളുണ്ട് അത് മാനിക്കാനും അതുപോലെ എല്ലാം അവർ ആ സൗഹൃദങ്ങളിലൂടെ ശീലിക്കുന്നുണ്ട്. കേരളത്തിലെ അംഗൻവാടികളുടെ നില പലപ്പോഴും നമുക്കറിയാം, പലയിടത്തും ശോചനീയമാണ്. ചത്തുപൊളിഞ്ഞ് വീഴാനായ ഏതെങ്കിലും കെട്ടിടത്തിന്റെ മൂലയിൽ ഒരു അംഗൻവാടി പ്രവർത്തിക്കുന്നതാണ് പൊതുവെ കണ്ടുവരാറ്. ശരിക്ക് ഏറ്റവും അധികം സൗകര്യങ്ങൾ കൊടുക്കേണ്ടത്, എല്ലാ സംവിധാനങ്ങളും കൊടുക്കേണ്ടത് അംഗൻവാടികൾക്കാണ്. അവർക്ക് പോഷകാഹാര വിതരണം മാത്രം കിട്ടിയാൽ പോരാ, അമൃതം പൊടി മാത്രം കിട്ടിയാൽ പോരാ. ആധുനിക സൗകര്യങ്ങളോടെ കുട്ടികളുടെ മാനസിക ശാരീരിക വളർച്ചയെ ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന സ്മാർട്ട് ഇടങ്ങളായിട്ട് മാറണം. എല്ലായിടത്തും അങ്ങനെ മാറിയിട്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങളും നാട്ടുകാരും ഒക്കെ ഇതിൽ മികച്ച ഒരു അംഗനവാടി ഉണ്ടാകാൻ വേണ്ടി ഇറങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന ഈ സമയത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം അംഗനവാടികളുണ്ട് മാതൃകാപരമായി പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്കറിയാവുന്നതൊന്ന് പാലക്കാട് ജില്ലയിലെ കുഴമന്നത്തുണ്ടൊരു കുഴമന്നം പ്രൊജക്റ്റിലെ കുഴമന്നം പഞ്ചായത്തിന് കീഴിലുണ്ട് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഇളനിരക്കോട് അംഗനവാടി. 10-18 വർഷമായി അംഗനവാടി കുട്ടികളുടെ ആശാ കേന്ദ്രമാണ്. ആ നാട്ടിലെ ആശാ കേന്ദ്രമാണ്. കഴിഞ്ഞ 6 വർഷത്തോളമായി എല്ലാവിധ സൗകര്യങ്ങളുമുള്ള സ്വന്തം കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. നല്ല പരിചരണം കിട്ടുന്നുണ്ട്. അവരെ നന്നായി സ്നേഹിച്ച് നയിക്കുന്ന ടീച്ചർമാരുണ്ട്, ഹെൽപ്പറുണ്ട്. അങ്ങനെ അവരുടെ എല്ലാ സേവനങ്ങളും ഈ അംഗനവാടിയുടെ വിജയത്തിന് പിന്നിലുണ്ട്. നാട്ടുകാരുടെ രക്ഷിതാക്കളെയൊക്കെ സമ്പൂർണ്ണ ഒരു പിന്തുണ. ഒരു അംഗനവാടിക്ക് എങ്ങനെ ഒരു നാടിന്റെ വികസന കേന്ദ്രമായിട്ട് മാറാം എന്നതിന് ഇളനിരക്കോട് അംഗനവാടി നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. നാളെ പ്രവേശനോത്സവത്തിന്റെ നിറവിലാണ് എല്ലാ അംഗനവാടികളും. പടികേറി വരുന്ന പുത്തൻ കുരുന്നുകളെ, നവാഗതരെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കേരളമൊട്ടാകെയുള്ള അംഗനവാടികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ബലൂണുകള്, തോരണങ്ങള്, മധുര പലഹാരങ്ങള്, അധ്യാപകര്, ഹെൽപ്പർമാര്, അങ്ങനെ അവരെ കാത്ത് വലിയൊരു നിര കാത്തിരിക്കുന്നുണ്ട്. അറിയാം നാളെ എങ്ങനെയായിരിക്കും, എത്ര പേർ കരയും, എത്ര പേർ നിലവിളിക്കും, എത്ര പേർ സ്വന്തം മാതാവിനോടൊപ്പം തിരിച്ചു പോകും എന്നൊക്കെ. 2-3 ദിവസത്തിനപ്പുറം ആ ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അംഗനവാടിയിൽ പോകാൻ വേണ്ടി അവൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു നല്ലൊരു അംഗനവാടിയാണത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഏതായാലും വരും തലമുറയെ മികച്ച വ്യക്തിത്വങ്ങളായിട്ടും നല്ല സാമൂഹിക ജീവികളായിട്ടും വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ അംഗനവാടികളും അതിലെ ജീവനക്കാരും ചെയ്യുന്ന സേവനം സമാനതകളില്ലാത്തതാണ്. പുഞ്ചിരിയോടെ ആത്മവിശ്വാസത്തോടെ പുതിയൊരു ലോകത്തേക്ക് ചുവടുവെക്കുന്ന എല്ലാ കുരുന്നുകൾക്കും ഹൃദയം നിറഞ്ഞ പ്രവേശന ഉത്സവ ആശംസകൾ. Different angles. Don't forget to subscribe and support this channel.